ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് റെവിറ്റിലൊരു വീട് ഡിസൈൻ ചെയ്യാൻ പോകണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെവിറ്റ് 2024 അപ്പം എക്സ്വാസറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെവിറ്റ് 2019 ഒരു മോഡലുണ്ട്. ആ മോഡൽ ഡിലീറ്റ് ചെയ്ത് വെച്ച് ആ ടെംപ്ലേറ്റിനകത്ത് തന്നെ നമ്മൾ പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ 2019 ഉണ്ട് കേട്ടോ, 2019 വെർഷനും ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മോഡൽ ചെയ്ത് തുടങ്ങണം. ആദ്യം നമ്മൾ എടുത്തത് വോളാണ്. വോളെടുത്തിട്ട് ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ കൊടുത്ത് വോൾ ഓഫ്സെറ്റ് കൊടുത്ത് പ്ലാൻ അനുസരിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി പ്ലാൻ മോഡൽ ചെയ്യാൻ റെവിറ്റിൽ വളരെ ഈസിയാണ്. ഓട്ടോക്യാഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓട്ടോക്യാഡാണ്, സ്കെച്ചപ്പ് ആണെങ്കിലും കേട്ടോ. ഓക്കെ, നമ്മൾ പ്ലാൻ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെവിറ്റ് 2024 ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഈ 2024 ഉപയോഗിക്കുന്നത്. ഇതൊരു 3 BHK പ്ലാനാണ് കേട്ടോ, 3 ബെഡ്റൂം പ്ലാൻ. എല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ്. ഒരു ഡൈനിങ് ഉണ്ട്, ഒരു ഹാളുണ്ട്, ഒരു കിച്ചണുണ്ട്, ഒരു സിറ്റ് ഔട്ടുണ്ട്, പിന്നെ ഒരു പോർച്ചുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഡോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഡോറ് സെറ്റ് ചെയ്യണം. നമ്മൾ ചെറിയ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ വാഷ് റൂമായിട്ട് കൊടുക്കാനാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് പ്ലാന്. നമ്മൾ വിൻഡോസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. നമ്മൾ പ്ലാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിനനുസരിച്ചാണ് ഇത്. പിന്നെ അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പ്ലാനിങ് കാണുന്നത് കേട്ടോ. പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3D മോഡലിങ്ങും 3D വിഷ്വലൈസേഷനും കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഫുൾ വീഡിയോ ആയിട്ട് സ്ലോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ആദ്യമേ ആ ബാക്ക് പോർഷനിൽ മാത്രം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പ്ലാൻ ചെയ്തപ്പം. ബാക്ക് പോർഷനിൽ നമ്മൾ പാഷ്യോ കൊടുക്കണോ അതോ വാഷ് ഏരിയയ്ക്ക് പ്രത്യേകം കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വാഷ് ഏരിയ തന്നെ തീരുമാനിച്ചു. ഓക്കെ, ലിവിങ്ങിൻ്റെ ആ ഒരു ഫ്ലോറിങ് ചെയ്യണം കേട്ടോ. ബോർഡർ കൊടുക്കത്തില്ലേ, സ്ക്വയർ ബോർഡർ കൊടുത്തു, സ്ക്വയർ റെക്ടാങ്കുലർ. ഓക്കെ, ആക്ച്വലി ഇതിനകത്ത് ഞാൻ ഇൻറ്റീരിയർ ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഫ്ലോറിങ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇൻറ്റീരിയർ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. എല്ലാ ഫ്ലോറിങ് നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ടെംപ്ലേറ്റ് ഫയൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിനൊക്കെ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആകും, കുറച്ചുകൂടെ ലെങ്ത് കൂടിപ്പോകും. നമ്മളിപ്പം ഇതിപ്പോൾ കളറെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് പല ഫ്ലോറായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എളുപ്പം ഓരോരോ ഫ്ലോർ ബെഡ്റൂം 1 ബെഡ്റൂം 2 ബെഡ്റൂം 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് ഫ്ലോർ സെലക്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതിയായിരുന്നു മെറ്റീരിയലൊക്കെ വരുമ്പോഴത്തേനും. അല്ലെങ്കിൽ നമുക്ക് അതെല്ലാം ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ താമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പഴയ വീടിൻ്റെ വെച്ച് ഈ സാധനം പഴയ വീടിൻ്റെ തന്നെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെയർ സ്കൾപ്റ്റ് ചെയ്യാം. സ്കൾപ്റ്റല്ല, എനിക്ക് സ്കൾപ്റ്റിംഗ് ചാനലുണ്ട്, അതുകൊണ്ടാണ് സ്കൾപ്റ്റ് എന്ന് തോന്നുന്നത്. സ്റ്റെയർ മോഡൽ ചെയ്തെടുക്കാം. സ്റ്റീൽ സ്റ്റെയറാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റിന് സ്റ്റീൽ സ്റ്റെയർ ആയിരുന്നു വേണ്ടത്, അതുകൊണ്ടാണ്. ആക്ച്വലി അവിടെ ഒരു നമുക്കൊരു RCC സ്റ്റെയർ ബിൽഡ് ചെയ്യാമായിരുന്നു, പക്ഷേ ക്ലയൻറ്റിന് ആ ഒരു ഇത് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ചെയ്തത്.
ഈ സ്റ്റെയർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് ഫ്ലോറിൽ റൂമൊന്നുമില്ല. പുള്ളിക്കാരൻ ഇനി എന്താ ഇപ്പോൾ ക്ലയൻറ്റിന് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബെഡ്റൂം കൂടെ 2 സൈഡിലായിട്ട് പിടിക്കാൻ പറ്റും. ഹോളിൻ്റെ അവിടെ ഒരു പോർഷൻ കൂടെ നമുക്ക് കിട്ടും. അപ്പം ഒരു 5 BHK ആക്കി കൺവേർട്ട് ചെയ്യാൻ ഈ വീടിന് എളുപ്പമാണ്. ഓക്കെ, നമ്മളൊരു പ്ലാന്ററുണ്ട്. പ്ലാന്റർ സെറ്റ് ചെയ്തു. 2 സൈഡിൽ നിന്നും എൻട്രി വരുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ കൊടുക്കുകയാണ്. നമ്മൾ മെയിൻലി ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ആണ് കേട്ടോ. ഇൻറ്റീരിയർ പോർഷൻ നോക്കണ്ട. ഓക്കെ, ബീം കൊടുത്തു. ബീമിൻ്റെ ഡെപ്ത് മാറ്റി കൊടുത്തു. റൂമിൻ്റെയൊക്കെ പെയിൻ്റ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് സെക്ഷൻ വെച്ചിട്ടാണ് ഞാൻ റൂമിൻ്റെ ആ ഒരു ടോയ്ലറ്റിൻ്റെ വോൾട്ടൈലൊക്കെ കൊടുക്കണമല്ലോ. വോൾട്ടൈലൊക്കെ നമ്മൾ പെയിൻ്റായിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ റൂഫ് കൊടുത്തു. ഫ്ലാറ്റ് റൂഫാണ്. ഫ്ലാറ്റ് റൂഫ് കട്ടൗട്ട് കൊടുക്കണം. കട്ടൗട്ട് കൊടുത്തു. സ്റ്റെയർ റൂമിൻ്റെ മുകളിലോട്ടുള്ള പോർഷന്. ഓക്കെ, സ്ലാബ് എഡ്ജ് വെച്ചാട്ടോ കേട്ടോ ഈ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്ത് കൊടുത്താട്ടോ. ഷെയ്ഡ് കൊടുക്കുന്നു. എക്സ്ട്രൂഷൻ വെച്ചാണ് കേട്ടോ. ഓക്കെ, വീടിന് ഏകദേശം ഒരു ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി കണ്ടംപററി ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു ഡിസൈൻ കിട്ടും. ചുമ്മാ മോഡൽ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ഫങ്ഷണാലിറ്റിക്ക് അനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു നല്ലൊരു മോഡൽ നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാ പോർഷനിലും നമ്മൾ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഗ്രേ കളറാണ് ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്തെ കളർ നോക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് റെൻഡറിങ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിൻ മോഷനിലാണ് ഫൈനൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. ട്വിൻ മോഷനിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെറ്റീരിയൽ കൊടുക്കും. അപ്പം എല്ലാ മെറ്റീരിയലും ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു പോർഷന് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കി. എല്ലാം ഡിസ്റ്റിങ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ട്വിൻ മോഷനിൽ കൊണ്ടുപോകുമ്പോഴത്തേനും നമുക്ക് അവിടെ ഇഷ്ടമുള്ള മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും. അത് മാത്രം നോക്കിയാൽ മതി. പാരപ്പറ്റ് കൊടുക്കുന്നു. നമ്മൾ ആക്ച്വലി 2 ലെവലിൽ നിർത്തുവാണ് റൂമിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടുകയാണ്. അവിടെ സീലിംഗ് ചെയ്യാം. നമ്മുടെ പ്ലാന്റർ ബോക്സിനെ കുറച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ആക്ച്വലി നമ്മൾ ഈ 3D എലിവേഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് അല്ല കേട്ടോ. നമ്മളിപ്പോഴാണ് ലൈവായിട്ട് ചെയ്യുകയാണ്. നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഏകദേശം എന്താ ചെയ്യണമെന്നുള്ളത്. എപ്പോഴാണ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടായിരുന്നു വരച്ചത്. ഫസ്റ്റ് നമ്മൾ പോർച്ച് ഫ്രണ്ടിലോട്ടൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കുകയാണ്. ആക്ച്വലി സെറ്റ് ബാക്കൊക്കെ ഇഷ്ടം പോലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വീടിന് അങ്ങനെ ഒരു സെറ്റ് ബാക്കിൻ്റെ പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ആ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒബ്സ്ട്രക്ഷൻ വരുന്നുണ്ട്. നമ്മളവിടെ ജാളി കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ജാളി കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ ലൈറ്റിങ്ങിനൊക്കെ കുറച്ചുകൂടെ ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ റൈറ്റ് സൈഡിലോട്ട് ആ ഒരു പോർച്ചിനെ മാറ്റുകയാണ്. ഓക്കെ, എല്ലാം ചെയ്യുന്നത് എക്സ്ട്രൂഷൻ വെച്ചാണ് കേട്ടോ. മുകളിലൊരു പോളികാർബണേറ്റോ അല്ലെങ്കിൽ ടഫൻ ഗ്ലാസോ ഇടുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓട് എക്സ്ട്രൂഷൻ ചെയ്തു.
റബ്ബർ പുഷ് കൊടുക്കുകയാണ്, അതാണ് മോൾഡ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തോ കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. നമ്മളിതുപോലുള്ള വീഡിയോ ഇനി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ സെറ്റ് ചെയ്ത് കൊടുത്തു, ഗ്ലാസ് ഇട്ട് കൊടുത്തു. ഓക്കെ, അതിൻ്റെ വ്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂവിൽ പോയി നോക്കും കേട്ടോ. 3D ഷേപ്പം ചെയ്ത് നോക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭംഗി എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് നോക്കിയാണ് ചെയ്യുന്നത്. പുഷ് ഒന്ന് മാറ്റി കൊടുത്തു. നമ്മളതിനകത്തൊരു പ്ലാന്റർ സെറ്റ് ചെയ്യാണ്, പോർച്ചിൻ്റെ റൈറ്റ് സൈഡിലെ ആ ഒരു വോളിൽ. ഫുള്ള് പ്ലാന്ററാണ് കേട്ടോ, പച്ചപ്പ് വേണം, പച്ചപ്പ്. ഓക്കെ, നമ്മൾ ആ ഒരു ബെഡ്റൂമുണ്ട് എന്താ ഒരു ഹൈറ്റ് കുറച്ചുകൂടെ ലെവലിൽ പൊക്കിയെടുക്കുകയാണ് കേട്ടോ, പാരപ്പറ്റ് ലെവലിൽ വരുന്ന രീതിയിൽ. അതൊന്നുമില്ല, വീടിൻ്റെ ആ ഒരു എസ്തെറ്റിക്സ് കൺസിഡർ ചെയ്താണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമില്ല, പർപ്പസ് ഒന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ ഒരു കാസ്റ്റ് അയൺ റെയിലിംഗ് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ക്രോം ഫിനിഷ് കൊടുത്തു. മുമ്പേ പറഞ്ഞ മെറ്റീരിയലൊക്കെ നമുക്ക് വേണമെങ്കിൽ ടിൻ മോഷനിൽ പോയി മാറ്റാം കേട്ടോ. ഓക്കെ, ക്ലാഡിങ് സെറ്റ് ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള പാരപ്പറ്റ് വോളൂടെ സെറ്റ് ചെയ്തു. പിന്നെ ഈ പ്ലാനിലൊക്കെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതിനനുസരിച്ച് ചേഞ്ചസ് ഓർ ഇമ്പ്രൂവ്മെൻറ്റ്സ് തുടർന്നുള്ള വീഡിയോയിൽ കൊണ്ടുവരാം. വിൻഡോ സെറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു പോർഷനിൽ വിൻഡോയുടെ ഹൈറ്റ് കുറച്ച് കുറയ്ക്കണം. സോ ഓൾറെഡി ഉള്ളൊരു വിൻഡോയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, കോപ്പിയാക്കും. ഫാമിലി എഡിറ്ററിൽ പോയി നമ്മൾ വിൻഡോ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയതായിട്ട് തന്നെ വിൻഡോ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ബാക്കി മെറ്റീരിയലൊന്നും നമ്മൾ പിന്നെ ചെയ്ത് കൊടുക്കേണ്ട, ആ ഒരു ടൈം കുറയ്ക്കാൻ വേണ്ടി ചെയ്താടോ കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്യൂ നോക്കും കേട്ടോ. നമ്മളിടയ്ക്കൊരു സപ്പോർട്ടിങ് വോൾ കൊടുക്കുകയാണ്. ചെറിയൊരു
ചെറിയ കുഞ്ഞു കുഞ്ഞു കോളംസ് വെച്ച് സെറ്റ് ചെയ്ത് അത് ഉദ്ദേശിച്ച വോളയിൽ ഗ്രൂവ് കൊടുക്കാനായിരുന്നു. അപ്പോൾ പിന്നെ അത് മാറ്റി. സ്റ്റെയറിന് ഷെയ്ഡ് ഫ്ലോർ കൊടുക്കുകയാണ് പോർച്ചിന്. പല പല സ്റ്റൈല് നമ്മൾ ഫ്രണ്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് സർക്കുലർ CNC കട്ടിങ് മെഷീനിലൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഗുഡ്, ബട്ട് അത് നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല. ലാസ്റ്റ് ഓപ്റ്റ് ചെയ്ത ഓപ്ഷനാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഹോളോ സെക്ഷനിൽ ഇങ്ങനെ ചെയ്തു. ഗ്രൂവ് കട്ടിയാണ് നമ്മുടെ വെർട്ടിക്കൽ പ്രൊഫൈൽ ലൈറ്റിങ്ങിന് വേണ്ടി. ഗോൾഡിൽ എന്നിട്ട് അവിടെ ഒരു എക്സ്ട്രൂഷൻ വെച്ചൊരു വെർട്ടിക്കലായിട്ടൊരു കോളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ മെറ്റീരിയൽ ലൂമിനിയം എന്തെങ്കിലും മെറ്റീരിയൽ എലിമിനേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ബെഡ്റൂമിൻ്റെ വിൻഡോയുടെ രണ്ട് സൈഡിലായിട്ട് ക്ലാഡിങ് കൊടുക്കുകയാണ്. ഫുൾ ഗ്രേ ആക്കി കൊടുക്കുകയാണ്. ഇനിയാണ് കളർ കൊടുക്കുന്നത്. കളർ മാനേജ്മെൻറ്റ്. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീടൊക്കെ മോഡൽ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഓക്കെ, റെൻഡറിങ്ങിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ RR ആണ് കേട്ടോ. റിബിറ്റിൽ RR അടിച്ചിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ റെൻഡറിങ്ങിൻ്റെ വിൻഡോ ഓപ്പൺ ആവും. നമ്മളെ സ്റ്റെയറിൻ്റെ ആ ഒരു ത്രെഡിന് കളർ കൊടുത്താണ്. പ്രൈസറിന് കൊടുക്കുകയാണ്. അവിടെ ഡബിളിംഗ് ഉണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ആ ഒരു വോള് കളയണം, അതിൻ്റെ അടിയിൽ വോളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ലാബ് വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവിടെ അങ്ങനെ കളർ ഡബിളായിട്ട് നിൽക്കുന്നത്. വയലറ്റായിട്ട് നിൽക്കുന്നത്. ഈ സീലിംഗ് സെറ്റ് ചെയ്യാണ്. നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുക്കണം. എക്സ്റ്റീരിയർ റെൻഡറിങ് ആയതുകൊണ്ട് അവിടെ ഒരു സീലിംഗ് വെച്ചാണ് നമ്മളത് കൊടുക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ ഷെയ്ഡിനകത്ത് വരുന്ന രീതിയിൽ സീലിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിനവിടെ ആ സീലിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ സ്പോട്ട് ലൈറ്റ് കൊടുക്കും. അതിനാണ് സീലിംഗ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ആക്ച്വലി വീട് ചെയ്യുമ്പം ഇതുപോലെ സീലിംഗ് ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി, ആ വോൾ ലൈറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളവിടെ സീലിംഗ് വരച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഒരു സ്പോട്ട് ലൈറ്റാണത്. ഏകദേശം 1.5 മീറ്റർ ആ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ കൊടുക്കുക കേട്ടോ.
ഈ ബെഡ്റൂമിൻ്റെ മുകളിലത്തെ ആ ഒരു പോർഷനിൽ സ്പോട്ട് ലൈറ്റ് കൊടുക്കണം, ആ പ്രൊജക്ഷനിൽ. സ്റ്റേ റൂമിൻ്റെ പോർഷനിൽ നമുക്ക് ആക്ച്വലി റെവിറ്റിൽ ലൈറ്റ് സ്റ്റഡിയൊക്കെ നടത്താൻ പറ്റും കേട്ടോ, എങ്ങനെ വേണമെന്നുള്ളത്. അതൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. ഓക്കെ, ലൈറ്റ് എല്ലായിടത്തും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എപ്പോഴും ആ ഒരു പ്ലാന്റർ ബോക്സിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ. എങ്ങനെയെങ്കിലും വെച്ചേ പറ്റൂ. നമ്മൾ സിറ്റ് ഔട്ടിന് ആ ഒരു ബോർഡർ 2 കളർ ഷെയ്ഡ് കൊടുക്കുകയാണ് ടൈലിന്. പ്ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ലാൻഡ്സ്കേപ്പിനായിട്ടുള്ള ഒരു ടൈല് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പോർച്ചിൻ്റെ ഭാഗത്തു നിന്ന്. ബാക്കിൽ പറമ്പിലോട്ടുള്ള ടൈലാണ്. ഓക്കെ, നമ്മൾ ബോളിൽ മൊത്തം ഒരു പ്ലാന്റർ ബോക്സ് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. നമ്മളവിടെ വരെ ചെയ്യുന്നുള്ള ലാൻഡ്സ്കേപ്പിങ്. ഡിഫറെൻറ്റ് പാറ്റേൺസ് ട്രൈ ചെയ്യുകയാണ്. കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്യണം. ആക്ച്വലി ഗ്യാസ് സ്റ്റൈൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്യാസ് സ്റ്റൈൻ വെച്ചൊരു പ്രൊഫൈൽ വരുന്നുണ്ട്, ആ പ്രൊഫൈലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആ ഗ്യാപ്പിൽ. കണ്ടോ, കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു.
ആ പറമ്പിലേക്കുള്ള എൻട്രിയാണത്. മുകളിലെ പില്ലറാണത്. നമ്മൾ ഫ്രണ്ടിലെ റോഡ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. റോഡ് ഇങ്ങനൊന്നും അല്ല, ജസ്റ്റ് ആ ഒരു റോഡ് കാണിക്കണമെന്നുള്ളതുകൊണ്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് റോഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ പെർമിറ്റ് എടുക്കുന്നതിൻ്റെ സമയത്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. സൈഡ് പ്ലാനിലാണല്ലോ ലൊക്കേഷൻ പ്ലാനിലാണെങ്കിലും. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു വിഷ്വലൈസേഷൻ പർപ്പസിന് വേണ്ടി ആ ഒരു റോഡ് ചുമ്മാ ഒന്ന് വരച്ച് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ആക്ച്വലി റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ല കേട്ടോ. പിന്നെ ലാൻഡ്സ്കേപ്പും ഫൈനൽ ഡിസൈൻ അല്ല കേട്ടോ, നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്തതിൻ്റെ ആ ഒരു ഇത് മാത്രമാണ് കേട്ടോ. ആക്ച്വലി വീടിൻ്റെ എലിവേഷനും ആ ഒരു പ്ലാനും മാത്രമേ നമ്മൾ ഇവിടെ ക്ലയൻറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം ഒരു വിഷ്വലൈസേഷന് വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ ടിൻ മോഷനിലോട്ട് നമ്മൾ പ്രൊജക്റ്റിനെ ലോഡ് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാ സ്മിത്ത് ഫയലായിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടിൻ മോഷനിനകത്തോട്ട് ഈ ഫയൽ ലോഡ് ചെയ്യാൻ പറ്റി എളുപ്പത്തിൽ, ഡേറ്റാ സ്മിത്ത് ഫയൽ. ഓക്കെ, അപ്പോൾ കണ്ടോ നമ്മൾ ലോഡ് ആയ ഫയലാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഓരോ മെറ്റീരിയൽ കൊടുക്കണം. റെവിറ്റിൽ നിന്ന് വരുന്നത് വെറും ഫ്ലാറ്റ് ആയിട്ടുള്ള വെറും പിക്ചറിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് PBR ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു ടിൻ മോഷനിൽ കിട്ടും. കറക്റ്റ് ആ ഒരു 3D എഫക്റ്റ് ഉള്ളൊരു മെറ്റീരിയൽ നമുക്ക് ടിൻ മോഷനിൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ എല്ലായിടത്തും പിക്ക് ചെയ്ത് കൊടുക്കണം. ഡ്രോപ്പർ വെച്ച് പിക്ക് ചെയ്യുക, മെറ്റീരിയൽ മാറ്റി കൊടുക്കുക. നമ്മളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ഓൾറെഡി വരും, ആ ലൈറ്റെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റിനെ എല്ലാം ആദ്യമേ ഫസ്റ്റിലെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്കും. കാരണം നമുക്ക് മാനേജ്മെൻറ്റിന് വേണ്ടി ഈസി ആക്കാൻ വേണ്ടി കേട്ടോ. പിന്നീട് അത് ഈസി ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീട് നമുക്ക് റിവിഷൻ വരുമ്പോഴത്തേനും കുറച്ച് ഇങ്ങനെ ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് എല്ലാം ഗ്രൂപ്പ് ചെയ്തിടുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്യും. അത് ചുമ്മാ കൊണ്ടുവിടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ നല്ല ഫീൽ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഓരോ മെറ്റീരിയൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ത്രെഡ് സെറ്റ് ആണുള്ള മെറ്റീരിയൽ, ബോളിനകത്തുള്ള മെറ്റീരിയൽ എല്ലാം നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് അറിയാമല്ലോ, ടിൻ മോഷൻ എന്നാണ്. എപ്പിക് ഗെയിംസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എപ്പിക് ഗെയിംസ് ലോഞ്ചർ വേണമെന്നേ ഉള്ളൂ സിസ്റ്റത്തിൽ. നല്ലൊരു റെൻഡറിങ് സോഫ്റ്റ്വെയറാണ്. ലൂമിയനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ ക്രാഷ് ഒരുപാട് കൂടുതലാണ്. പക്ഷേ ലൂമിയനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്രയും സിസ്റ്റം റിക്വയർമെൻറ്റ്സ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലൂമിയൻ കുറച്ചുകൂടെ ടൈം എടുക്കും നല്ല ക്വാളിറ്റി റെൻഡറൊക്കെ എടുക്കണമെങ്കിൽ. ഇതിൽ അത്രയും സമയം വേണ്ട. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ആവും. ചെറിയ ലോഡാണെന്ന് പറഞ്ഞാൽ ചില സമയത്ത് ക്രാഷ് ആവുന്നുണ്ട്. എന്തെങ്കിലും ബഗ്ഗായിരിക്കും. പക്ഷേ എന്നാലും നല്ലൊരു സോഫ്റ്റ്വെയറാണ്. ഈ
വീഡിയോ ഒക്കെ വോക്ക് ത്രൂ ഒക്കെ റെൻഡർ ചെയ്തെടുക്കാനാണ് ഏറ്റവും ലൂമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സൂപ്പർ എന്ന് പറയാൻ ഇതിൽ ട്വിൻമോഷൻ തന്നെയാണ്. പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പ്ലാന്ററിലെ ആ മണ്ണിനുള്ള ഇത് കൊടുത്തു, മെറ്റീരിയൽ കൊടുത്തു. ഓക്കെ, നമ്മൾ ലൈറ്റെല്ലാം ഒരു കുറച്ച് അതിൻ്റെ എന്തോ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ്. ഫസ്റ്റ് ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സ്പോട്ട് ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനകത്തോട്ടാക്കി. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഹൈഡ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട് കേട്ടോ. അതിനകത്താണെങ്കിൽ അതിൻ്റെ എന്താ ബാക്ക് ഡ്രോപ്പ് HDR മാറ്റി കൊടുത്തു. ടൈലിൻ്റെ മെറ്റീരിയൽ മാറ്റുക. ഏരിയ ടൂൾ വെച്ച് നമ്മളവിടെ ഒരു അത്ര ഭാഗത്ത് ഗ്ലാസ് ഫില്ല് ചെയ്യാൻ പോകുന്നുണ്ട്. ഇനി ഓരോ മരങ്ങൾ കൊടുക്കാം. റെൻഡറിങ് പർപ്പസിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ മരങ്ങൾ കൊടുക്കുന്നത്. ഈ പച്ചപ്പ് നല്ലൊരു ഭംഗി കൊടുക്കുക ഒരു റെൻഡറിന്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ റെൻഡറിങ്ങിന് മരങ്ങൾ കൊടുക്കുന്നത്. സൈറ്റിൽ മരങ്ങളുണ്ടെങ്കിൽ നല്ലത്, പക്ഷേ നമ്മുടെ സൈറ്റിൽ മരങ്ങൾ അത്രയൊന്നും ഇല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം റെൻഡറിങ് പർപ്പസിന് വേണ്ടി കുറച്ചുകൂടെ മരങ്ങൾ കുറച്ചുകൂടെ എന്താ നാച്ചുറലായിട്ടുള്ള എലമെൻറ്റ്സ് കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടി കൂടുതൽ കിട്ടും. അത് തന്നെ സൈറ്റിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. പിന്നെ ഇതുപോലെയുള്ള കരിയിലകളും അതുപോലൊക്കെ തന്നെ വരും. നമ്മളിപ്പോൾ കൊടുക്കുന്ന പോലെ കരിയിലകളൊക്കെ ഇവിടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വരും. പക്ഷേ അതൊക്കെ സഹിക്കുക. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നല്ലതാണ്. നമ്മൾ മെഗാസ്കാൻസ് ലൈബ്രറിയിൽ നിന്ന് കുറേ ചെടികൾ ട്രൈ ചെയ്യുകയാണ്. ഫൈനലൈസ് ചെയ്തു, ഇത് വെച്ചു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് റെഡ് അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു കളറ്. കാരണം അട്രാക്ഷൻ അങ്ങോട്ട് പോകും, റെഡിലോട്ട് പോകും. നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ കോമ്പൗണ്ട് വാളിന് ചേർന്നുള്ള പ്ലാന്ററിനകത്തുള്ള ചെടികൾ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ചെടിയൊക്കെ നമ്മുടെ അവിടെ നാട്ടിലൊക്കെ ഉള്ള കേട്ടോ. ഇപ്പോൾ മിക്ക വീടുകളിലും വെക്കുന്നുണ്ട്. എൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്നാണ് കിടക്കുന്നത്. ബേർഡ് ഓഫ് പാരഡൈസ്, ബേർഡ്സ് അല്ല, ബേർഡ് ഓഫ് പാരഡൈസ്. ഓക്കെ, ഡോറിനൊക്കെ മെറ്റീരിയൽ കൊടുക്കുന്നു. ആക്ച്വലി അത് സ്റ്റീൽ ഡോറാണ് കേട്ടോ. നമ്മൾ പിന്നെ അത് വുഡൻ ഫിനിഷ് കൊടുത്തത് ഉടനാക്കി. ഐഎസ് ലൈറ്റ് കൊടുക്കുന്നു. നമ്മൾ ക്യാമറ ആംഗിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതാണ് റെൻഡറിങ്ങിന് വേണ്ടി. ഫൈനൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിൽ തന്നെ അതിൻ്റെ ഒരു റെഫറൻസ് പോലെ സെറ്റ് ചെയ്യണം കേട്ടോ. കളർ ഗ്രേഡിയൻറ്റും കോൺട്രാസ്റ്റും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്തെടുക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കണം. ഫസ്റ്റ് ഒരു ഇമേജ് നമ്മളത് എടുത്തതിന് ശേഷം റെൻഡർ ചെയ്ത് നോക്കും. എന്നിട്ട് ആ ഒരു സെറ്റിങ്സ് വെച്ചാണ് നമ്മൾ മുന്നോട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഫോക്കസ് മാത്രം മാറ്റി കൊടുത്താൽ മതി.
ഇത് ലൂമണിലാണ് കേട്ടോ റെൻഡർ ചെയ്യുന്നത്. ഇതിനകത്ത് 2 റെൻഡറിങ് എഞ്ചിൻ പോലെ ഉണ്ട്. ഒന്ന് നമ്മുടെ 3 എണ്ണം ഉണ്ട്. സാധാ ഉണ്ട്, പിന്നെ ലൂമനുണ്ട്, പിന്നെ നമ്മുടെ റിയലിസ്റ്റിക് റെൻഡർ എന്തോ ഒരു ഇതുണ്ട്, റേ ട്രേസിംഗ് ഉള്ള. ലൂമിന് റേ ട്രേസിംഗ് ഉണ്ട്, പേരിപ്പോൾ വരുന്നില്ല. RR അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റെൻഡർ കിട്ടും. അതിന് ഏറ്റവും കൂടുതൽ ടൈം എടുക്കും കേട്ടോ, അതുകൊണ്ട് അത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ലൂമൻ ഓക്കെയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ഇമേജ് പ്ലേസിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് നമ്മളതെടുത്തു. ഇനി കുറച്ച് വാട്ടർ പഡിൽസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. റോഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക കേട്ടോ. പോസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സിറ്റ് ഔട്ടിലുള്ള ചെയറും സെറ്റപ്പും ഒക്കെ വെച്ച് കൊടുക്കുക. ഇരിക്കാനുള്ള ടേബിള്, ഒരു ഫോട്ടോ വെച്ച് കൊടുത്തു. ഓക്കെ, മാറ്റാണ്. അപ്പോൾ സ്ക്രീൻ ചെയ്ത് കൊടുക്കുന്നു. മരങ്ങൾ വെച്ച് കൊടുക്കുന്നു. റോഡ് അരികിലേ അത്. പറമ്പിലുള്ള മരം വെച്ച് കൊടുക്കുന്നു. പക്ഷെ ലൂമയുടെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് ഇതിനകത്ത് മരങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ഇല്ല കേട്ടോ. ലൂമയുടെ നല്ല നല്ല മരങ്ങളുണ്ട്. കുറച്ചുകൂടെ ക്രിസ്പായിട്ടുള്ള റെൻഡറിങ് കിട്ടും ലൂമയുടെ. അത് സ്റ്റിലൊരു അനിമി ഫീലൊക്കെ കിട്ടും. ഒറിജിനാലിറ്റി അത്രയും വരത്തില്ല. എന്നിരുന്നാലും നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു റെൻഡർ വേണമെങ്കിൽ Twinmotion ബെസ്റ്റാണ്. പിന്നെ ഷോർട്ട് ടൈം ഏരിയ ടൂൾ വെച്ചുകൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഒരു ഇതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നതും ലൂമിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യുന്നു. അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഒരു ഇപ്പം എന്തെങ്കിലും റിഫ്ലക്റ്റീവ് സർഫസ് ഉണ്ടെങ്കിൽ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ ജനലയിലൊക്കെ ഇപ്പോൾ റിഫ്ലക്ഷൻ അടിക്കുമ്പോഴത്തേനും ആ ഒരു ഒറിജിനാലിറ്റി കിട്ടും. പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ. അല്ലെങ്കിൽ കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ മോഡൽസ് നമ്മുടെ സീനകത്ത് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റാമും കൂടുതൽ ഗ്രാഫിക്സും ഒക്കെ വേണ്ടി വരും. അപ്പം അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗത്ത് മാത്രം കൊടുക്കുക. ഗ്ലാസ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചേമ്പ് വെച്ച് കൊടുക്കുക. ചേമ്പ് നമ്മുടെ വീട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫൈനൽ വിഷ്വലൈസേഷനിലേക്ക് പോവാം.